വയനാട്ടിൽ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലയിൽ അവധിയാണ്. ചുരം റോഡുകൾ വഴിയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് കമൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കമൽ, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളാണല്ലോ നൽകിയിട്ടുള്ളത്. ജില്ലയിൽ ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? നിലവിൽ മഴയുണ്ടോ? മോത്തി, ഗുഡ് മോർണിംഗ്. നിലവിൽ എവിടെയും ആശങ്കാജനകമായ ഒരു മഴ പെയ്യുന്നില്ല. കൽപ്പറ്റയിൽ കുറച്ച് മണിക്കൂറുകളായി തന്നെ മഴ മാറി നിൽക്കുന്നുണ്ട്. മറ്റിടങ്ങളിൽ എവിടെയും അത്ര ശക്തമായ മഴയില്ല. ഇന്നലെ രാത്രി ഒരു 7 മണി മുതൽ 10-11 മണി വരെയുള്ള സമയത്ത് പല മേഖലകളിലും ശക്തമായ മഴ പെയ്തിരുന്നു. എങ്കിൽ കൂടി അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം എവിടെയും കഴിഞ്ഞ 24 മണിക്കൂറായി ഇല്ല. ഏറ്റവും ശക്തമായി മഴ പെയ്ത സ്ഥലങ്ങളിൽ ഒക്കെയും പരമാവധി 80 മില്ലിമീറ്റർ വരെയൊക്കെയാണ് 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മഴ. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടന്നത്. കാരണം ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ മണിക്കൂറുകൾ ഇടവിട്ട് പെട്ടെന്ന് അലർട്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം മുൻകരുതലുകൾ വേണ്ടതുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തുകയായിരുന്നു. അതാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തത്. ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇന്നലെ നേരത്തെ തന്നെ അവധി പ്രഖ്യാപിക്കുകയായിരുന്നു. അതോടൊപ്പം ഈ ചുരം റോഡുകളിൽ താമരശ്ശേരി ചുരം വഴിയും പാൽച്ചുരം വഴിയും ഒക്കെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്യുന്ന മഴയിൽ ഏറ്റവും ശക്തമായി മഴ പെയ്യുന്നത് ഈ താമരശ്ശേരി ചുരം, അതുപോലെ കുറ്റ്യാടി ചുരം, പേരിയ പാൽച്ചുരങ്ങൾക്കൊക്കെ മുകളിലുള്ള പടിഞ്ഞാറൻ മലഞ്ചെരിവുകളിലാണ് ഏറ്റവും ശക്തമായ മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഴിയാണ് വയനാട്ടിലേക്കുള്ള കവാടങ്ങളെല്ലാം. താമരശ്ശേരി ചുരമാണെങ്കിലും കുറ്റ്യാടി ചുരമാണെങ്കിലും പാൽച്ചുരം, പേരിയ ചുരങ്ങളാണെങ്കിലും ഒക്കെ ഈ മഴ പെയ്യുന്ന ഏറ്റവും ശക്തമായി മഴ പെയ്യുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് ആ വഴി അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം, അത്യാവശ്യ വാഹനങ്ങൾ മാത്രം കടന്നുപോയാൽ മതി എന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇന്ന് രാവിലെ എവിടെയും അതിതീവ്ര മഴയോ ഒന്നും തന്നെ പെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരി.